നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നേടിപ്പിടിച്ചാലും നമ്മുടെ സൗഹൃദങ്ങളില്ലാതെ പിന്നെ എന്തർത്ഥമാണുള്ളതല്ലേ? അങ്ങനെ ഇന്നൊരു വീഡിയോ സുഹൃത്തുക്കൾക്കൊപ്പം ആവാമെന്ന് വിചാരിച്ചു. നല്ല മഴയും പാടത്ത് കുറച്ച് സ്ഥലവും കിട്ടി പാചകം ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ കുറച്ച് ചാളയുമൊക്കെ ആയി ഞങ്ങൾ കുറച്ചധികം പേര് പാടത്ത് പോയി എല്ലാ സാധനങ്ങളും റെഡിയാക്കി കുക്കിങ്ങൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെ മീൻകറി ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയല്ല, സുഹൃത്ത് ബന്ധങ്ങളെ പറ്റിയാണ്. നമുക്ക് ജീവൻ തരുന്നത് രക്തബന്ധങ്ങളാണെങ്കിലും നമ്മുടെ സൗഹൃദങ്ങളായിരിക്കാം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്കൊരു എനർജി തരുന്നത്. ഒട്ടുമിക്ക ആളുകൾക്കും അങ്ങനെ തന്നെയാവും. സുഹൃത്തുക്കളില്ലാതെ ചിലപ്പോൾ നമുക്ക് മുന്നോട്ടേ പോകാൻ പറ്റില്ല. കാലവും സാഹചര്യങ്ങളും നമ്മൾ വളരുന്നതിനനുസരിച്ച് എല്ലാം മാറി മറിയും. പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഒരിക്കൽ കാണുമ്പോൾ ഒരകൽച്ച പോലും തോന്നിക്കാത്ത രീതിയിൽ പണ്ടുണ്ടായ അതേ സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റുന്ന ബന്ധങ്ങളാണ് സുഹൃത്ത് ബന്ധങ്ങൾ. നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മൾ ചിലപ്പോൾ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്തായിരിക്കാം നമ്മുടെ ബന്ധുക്കൾ പോലും നമ്മളെപ്പറ്റി നല്ലൊരു വാക്ക് പറയുക. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പോലും നമ്മളെപ്പറ്റി നല്ല വാക്ക് പറയും. ചില സമയങ്ങളിൽ അത് നുണയായിരിക്കാം, എന്നിരുന്നാൽ പോലും നമുക്കൊരു സന്തോഷം കിട്ടുന്ന നല്ല വാക്ക് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. കേട്ടിട്ടില്ലേ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സുഹൃത്തായിരുന്നു അവൻ, അവനെ മറക്കാൻ എനിക്ക് ഈ ജന്മം പറ്റില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് സുഹൃത്ത് ബന്ധത്തിൻ്റെ പവർ. രക്തബന്ധങ്ങൾക്ക് പവറില്ല എന്ന് ഞാൻ പറയുന്നില്ല, രക്തബന്ധങ്ങളും ഒരുപാട് വിലപ്പെട്ട തന്നെയാണ്. പക്ഷെ ഇപ്പോൾ സുഹൃത്തുക്കളുടെ ഒപ്പം കൂടി നിൽക്കുമ്പോൾ എനിക്ക് സുഹൃത്തുക്കളെ പറ്റിയാണ് കൂടുതലും പറയാൻ തോന്നിയത്. അപ്പോൾ അങ്ങനെ നമുക്ക് പാടത്തുനിന്ന് തന്നെ ഒരു ചേച്ചീനെ കിട്ടി ഭക്ഷണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. ചേച്ചി സത്യം പറഞ്ഞാൽ ആദ്യം കുറച്ച് ഉപ്പൊക്കെ കുറവുണ്ടെന്ന് പറഞ്ഞു. എന്നിരുന്നാലും നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഒന്നുകൂടിയും സെറ്റാക്കി. അപ്പോൾ ചേച്ചിമാർ നമ്മുടെ മീൻകറിയൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടെ നമുക്ക് ഇലയൊക്കെ വെട്ടിത്തന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത്. അപ്പോൾ നമ്മൾ പാടത്തിൻ്റെ സൈഡിലുണ്ടായ ഒരു ചെറിയ സ്പേസിൽ ഇലയൊക്കെ വെട്ടി അതിൽ ചോറൊക്കെ ഇട്ട് ആ മീൻകറിയൊക്കെ അതിലേക്ക് ഒഴിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു സുഖം. അവസാന കാലത്ത് ചിലപ്പോൾ നമുക്ക് ഓർക്കാൻ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ നോക്കി വളർത്തിയ മക്കളോ നമ്മുടെ രക്തബന്ധങ്ങളോ ആരും തന്നെ ഉണ്ടായിരുന്നു വരില്ല. നമ്മെ വെട്ടിപ്പിടിച്ച സ്വത്തുക്കളും ഒന്നും ഉണ്ടാവില്ല. അവസാനം ഈ സുഹൃത്തുക്കൾ മാത്രമുണ്ടാവും നല്ല ഓർമ്മകളായി അവശേഷിച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ലഷ് ഫോർ ഫുഡ്.